ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ്, അതായത് നമ്മുടെ ഷോപ്പിംഗ് കാറ്റഗറിയിലും അതുപോലെ തന്നെ ഡൈനിങ് കാറ്റഗറിയിലും വരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഷോപ്പിംഗ് ക്രെഡിറ്റ് കാർഡിന്റെ രണ്ട് കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ സ്വിഗ്ഗി HDFC ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ SBIയുടെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡിന്റെയും ഒരു കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക, ഒരു ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രണ്ടെണ്ണത്തിലും നമുക്ക് ഓൾമോസ്റ്റ് 5% ക്യാഷ് ബാക്കും, ഇതിൽ നമുക്ക് സ്വിഗ്ഗിയിലും ഇൻസ്റ്റാമാർട്ടും അങ്ങനത്തെ സ്വിഗ്ഗിയുടെ സംഭവങ്ങൾ ചെയ്യുമ്പോൾ 10% ക്യാഷ് ബാക്ക് വരെ കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് പാർട്ട്നേർഡ് ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചെയ്യുമ്പോൾ നമുക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് എല്ലാ ഓൺലൈൻ ട്രാൻസാക്ഷനും നമുക്ക് 5% ക്യാഷ് ബാക്ക് ഉണ്ട്. ഇതിന്റെ ഒരു കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. അതും പോരാണ്ട് ഞാൻ പറഞ്ഞ പണ്ടിൽ ഞാൻ കാർഡ് കാണിച്ചെന്നല്ലോ, അപ്പോൾ ഞാനും ഇത് കുറെ കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസും കൂടി നമ്മൾ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാർഡുകളിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമ്പോൾ അത്യാവശ്യം നല്ല അപ്രൂവൽ റേറ്റ് കിട്ടുന്ന രണ്ട് കാർഡുകളാണ്. ഇപ്പോൾ നമ്മുടെ SBIയുടെ ക്യാഷ് ബാക്ക് കാർഡും അതുപോലെ തന്നെ സ്വിഗ്ഗിയുടെ HDFC കാർഡും എന്തായത് സ്വിഗ്ഗിയുടെ കാർഡാണ് കുറച്ചും കൂടിയും അപ്രൂവൽ റേറ്റ് കൂടുതലുള്ളത്. SBIയുടെ നോർമലി അവരുടെ ഏറ്റവും കുറവ് അപ്രൂവൽ റേറ്റുള്ള കാർഡാണ് ക്യാഷ് ബാക്ക് കാർഡ്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം കുറെ നോർമൽ കാർഡും സാധാരണ കാർഡും വെച്ചപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു എന്താ പറയുക March 2024 മുമ്പ് വരെയൊക്കെ ക്യാഷ് ബാക്ക് കാർഡ് ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്ത ഒരു 10 അപ്ലൈ ചെയ്ത 10 വേണമെങ്കിൽ ഒരാൾക്കൊക്കെ സാധനം അപ്രൂവൽ ആയിട്ട് കൊടുക്കാറുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പൊ അത് അത്യാവശ്യം കുറച്ച് കൂടിയിട്ടുണ്ട്. ഒരു ഓൾമോസ്റ്റ് ഒരു 4-5 പേർക്കൊക്കെ അതിന്റെ ആ റേറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു 40% അപ്രൂവൽ റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സെപ്പറേറ്റ് വീഡിയോ എടുക്കാൻ തന്നെ കാരണം. സ്വിഗ്ഗി HDFC കാർഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അപ്രൂവൽ റേറ്റ് ഇടുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ അത്യാവശ്യം നല്ല സ്വിഗ്ഗിയുടെ ആപ്പിൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ രജിസ്റ്റർഡ് ആയിട്ട് അത്യാവശ്യം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അപ്രൂവൽ റേറ്റ് കൂടുട്ടാ. അപ്പോൾ ഈ രണ്ട് കാർഡും അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ സെറ്റപ്പിന്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ ചാൻസ് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ റെഫറൽ ലിങ്ക് ആണ് കേട്ടോ. മറക്കണ്ട, ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ajmg.banksupport.in നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസും അതുപോലെ തന്നെ NBFC ലോൺസുകളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ റെഫറൽ ലിങ്കുകളാണ്. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് നോർമലെക്കാട്ടും കൂടുതലുമാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇൻകം പ്രൂഫ് ഇല്ലാണ്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. മിക്ക എല്ലാ NBFCകളും ബാങ്ക് ലോൺസുകളും എല്ലാ ക്രെഡിറ്റ് കാർഡ്സുകളും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. ജസ്റ്റ് ajmg.banksupport ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ചാനൽ കാണാത്തവരെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ മൂന്നാമത്തെ ചാനൽ GHH വേൾഡ് കാണാത്തവരെ കണ്ടു നോക്കുക. നമ്മളതിൽ ടെക്നിക്കൽ ന്യൂസുകൾ, ഫൈനാൻഷ്യൽ ന്യൂസുകൾ, ഗാഡ്ജറ്റ് റിവ്യൂ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. എല്ലാവർക്കും പണ്ടാത്ത ലിങ്കുകളും സംഭവങ്ങളും എല്ലാവർക്കും ഉറപ്പും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറക്കണ്ട, ചെക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന്റെ കമ്പാരിസൺ തന്നെ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. നമുക്ക് എന്തോ മെസ്സേജും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ക്യാഷ് ബാക്ക് കാർഡ് ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2.5 കൊല്ലം to 3 കൊല്ലം ആയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ SBI ക്രെഡിറ്റ് കാർഡാണ് ഈ സാധനം. ഇപ്പോൾ സ്വിഗ്ഗി HDFC കാർഡ് എന്ന് പറയുമ്പോൾ എൻ്റെ മൂന്നാമത്തെ HDFC കാർഡാണ് ഈ സാധനം. അതായത് നിങ്ങൾക്ക് എൻ്റെ ഓൾറെഡി ആദ്യത്തെ HDFC കാർഡ് എന്ന് പറയുന്നത് മില്യനിയർ കാർഡായിരുന്നു. അതിനുശേഷം നമുക്ക് മണി ബാക്ക് കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 5 HDFC കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ ക്ലോസ് ചെയ്തു. UPI കാർഡ് അടക്കം ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആക്ച്വലി ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഞാൻ എന്താ പറയുക ക്ലോസ് ആവാനായിട്ട് മുമ്പ് ഞാൻ പിന്നെ അത് ബാക്കപ്പ് ആയിട്ട് വെച്ചത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ റീസെന്റ് സ്വിഗ്ഗി മണിയുടെ HDFC കാർഡിന്റെ ക്യാഷ് ബാക്കിന്റെ സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പണ്ട് നമുക്ക് സ്വിഗ്ഗി മണി ആയിട്ടാണ് ക്യാഷ് ബാക്ക് കിട്ടാറ്. അതായത് നമുക്കിപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ എന്താ പറയുക സ്വിഗ്ഗിയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 10% ക്യാഷ് ബാക്ക്, ഇൻസ്റ്റാമാർട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 10% ക്യാഷ് ബാക്ക് കിട്ടും. അതല്ലാണ്ട് നമുക്ക് 5% ക്യാഷ് ബാക്ക് ഓൺലൈൻ സ്പെൻസ് വരെ കുറച്ച് എന്താ പറയുക പാർട്ട്നേർഡ് വെബ്സൈറ്റുകളുണ്ട്. ആമസോണിന്റെ കയ്യിൽ സംഭവങ്ങളുണ്ട്. അതിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ 5% ക്യാഷ് ബാക്ക് കിട്ടും. അതല്ലാണ്ട് ബാക്കിയുള്ളത് നമുക്ക് 1% ക്യാഷ് ബാക്ക് ആണ് കിട്ടുക. ഈ സംഭവങ്ങളൊക്കെ, ഈ ക്യാഷ് ബാക്കുകളൊക്കെ ശരിക്കും സ്വിഗ്ഗി മണി ആയിട്ടാണ് വരാറ്. പക്ഷെ ഇപ്പോൾ റീസെന്റ് നമ്മുടെ HDFC ബാങ്ക് ഇതിലൊരു മാറ്റം വരുത്തിയിരുന്നു. ഇതെല്ലാം ഇനി ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് തന്നെ ആഡ് ആവും. അപ്പോൾ നമുക്ക് റിഡീം ചെയ്യേണ്ട പരിപാടിയൊന്നും വേണ്ട. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആമസോൺ പേ ബാലൻസിൽ കയറുന്ന പോലെ തന്നെ അതിൽ സുഖമായിട്ട് കയറും. അപ്പോൾ ഒരു പണിയില്ല, നല്ല വീഡിയോട്ട് മാറ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സാധനം ക്ലോസ് ചെയ്യാണ്ട് ബാക്കപ്പ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് HDFC ബാങ്കിന്റെ ലിമിറ്റായിട്ട് ഷെയർഡ് ആയിട്ടാണ് ഈ സംഭവം കിട്ടുക. അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് നിങ്ങൾ HDFC കാർഡ് എടുക്കാൻ പോകുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഒരു HDFC ബാങ്ക് കാർഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഷെയർ ലിമിറ്റ് ആണ് ഈ സംഭവത്തിൽ കിട്ടുക. നമുക്കിതിൽ എന്താ പറയുക എയർപോർട്ട് ലോഞ്ചസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. നമുക്ക് ആനുവൽ ഫീസും ജോയിനിങ് ഫീസ് വരുന്നത് 500 പ്ലസ് GST ആണ്. പിന്നെന്താ, നമുക്ക് 2 ലക്ഷം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ആനുവൽ ഫീ ഓഫ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് ഇതിന്റെ കാർഡിന്റെ ഒരു ഓവറോൾ ഷോർട്ട് ഓവർവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ക്യാഷ് ബാക്ക് കാർഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഓൺലൈൻ ട്രാൻസാക്ഷനും അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ്
ട്രാൻസാക്ഷനും നമുക്ക് 5% ക്യാഷ് ബാക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് ആഡ് ആവും. നമുക്ക് എക്സ്ട്രാ റിഡീം സംഭവം ചെയ്യേണ്ട. ഇതിൽ ആക്ച്വലി ഞാൻ എടുക്കുന്ന സമയത്ത് ഇതിൽ എയർപോർട്ട് ലോഞ്ച് സംഭവമൊക്കെ ഉണ്ടെന്ന്, അതിന് ശേഷം പിന്നെ അവരത് ഡിവാല്യൂ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇതിൽ എയർപോർട്ട് ലോഞ്ച് സംഭവമൊന്നും ഇല്ല കേട്ടോ. സെയിം തന്നെയാണ് നമുക്ക് ആനുവൽ ഫീസും ജോയിനിങ് ഫീസ് വരുന്നത് 999 പ്ലസ് GST ആണ്. ആനുവൽ ഫീ വേ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപ ആനുവലി സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആനുവൽ ഫീ വേ ഓഫ് ചെയ്യാൻ പറ്റൂട്ടാ. പക്ഷേ എനിക്ക് ഈ സാധനം എടുത്തപ്പോൾ ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആനുവൽ ഫീ നോർമൽ പോലെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ക്യാഷ് ബാക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, വേറെ സെപ്പറേറ്റ് വേറെ പറയണ്ടാവില്ല. ഇത് 2 കാർഡിൽ നമുക്ക് 1% ഫ്യൂൽ സർചാർജ് വേ ഓഫ് വരുന്നുണ്ട്. ഒരു 400 രൂപ അബോ അടിക്കുമ്പോൾ നമുക്ക് സർചാർജ് റിട്ടേൺ കിട്ടും. GST കിട്ടില്ല, GST ഗവൺമെൻറ് കൊണ്ടും, അത് ബാങ്ക് തിരിച്ചു തരില്ല. ബാങ്കിൻ്റെ അല്ലല്ലോ, ബാങ്കിലേക്കല്ലല്ലോ പോകുന്നത്. അപ്പോൾ അത് എല്ലാ ക്രെഡിറ്റ് കാർഡിലും ഉണ്ട്. ഇപ്പോൾ കുറേ പേര് പറയുന്നതാണെന്ന് വെച്ചാൽ നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ പെട്രോളിൽ നമുക്ക് എക്സ്ട്രാ കാശ് വരുന്നുണ്ട്. എല്ലാ ക്രെഡിറ്റ് കാർഡിലും നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ നമുക്ക് 1% ക്യാഷ് ബാക്ക്, അല്ല 1% സർചാർജ് എടുക്കട്ടെ. അത് എടുത്തിട്ട് മാത്രം അടിക്കുക. ഫ്യൂൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് അടിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം അതിന് റിവാർഡ് പോയിന്റുകളും കിട്ടും. ഇപ്പോൾ ഈ കാർഡുകളൊന്നും ഫ്യൂൽ അടിച്ചാൽ നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ് സംഭവമൊന്നും കിട്ടില്ല നോർമൽ കാർഡ് കൊണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നിങ്ങൾ ATM കാർഡ് ATM പോയിട്ട് ഈ സാധനം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ചാർജുകൾ പിടിക്കും. അഡ്വാൻസ് ചാർജ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. മിനിമം 500 രൂപ അല്ലെങ്കിൽ ഒരു 2% ഓഫ് ദ എടുത്ത എമൗണ്ടിന്റെ സാധനം നമുക്ക് എക്സ്ട്രാ അടക്കേണ്ടി വരും. അതും പിന്നെ അതിന് ഇൻട്രസ്റ്റും വരും, എക്സ്ട്രാ ഡെയിലി ഇൻട്രസ്റ്റും വരും. അപ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു എമർജൻസി പർപ്പസിന് മാത്രം നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡ് ATM ഉപയോഗിക്കുക. അല്ലാണ്ട് ചുമ്മാ പോയിട്ട് നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന പോലെ എടുക്കരുതിട്ടാ. നല്ല കത്തി ചാർജ് കൊടുക്കേണ്ടി വരും. 1 നഷ്ടം എന്ന് പറഞ്ഞാൽ ഇടിയോട്ട് നഷ്ടമാണ്. അപ്പോൾ അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് പിന്നെ വേറെ കുഴപ്പമുണ്ട്. ഈ SBI ക്യാഷ് ബാക്ക് കാർഡിന് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് SBI കാർഡ്സുകളിൽ ഡിസ്കൗണ്ടും സംഭവമൊക്കെ വരില്ലേ, ആ സംഭവത്തിൽ വരുമ്പോൾ നമുക്ക് ഈ കാർഡ് അപ്ലിക്കബിൾ ആവില്ല കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പം നമുക്ക് ആമസോണിലൊക്കെ വരുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതിന് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് 5% വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 10% ക്യാഷ് ബാക്ക് സംഭവമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ഫ്ലിപ്കാർട്ടിലൊക്കെ വന്നിട്ടുണ്ടെന്നില്ല. അപ്പോൾ ആ സമയത്ത് ഈ കാർഡ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടില്ല ആ ഓഫർ. അതാണ് ഒരു മെയിൻ പ്രോബ്ലം. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി ഒരു SBI കാർഡ് കിട്ടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് 2 മാസം കഴിഞ്ഞാൽ 2 എക്സ്ട്രാ SBI കാർഡ് കൂടി വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് വീഡിയോ KYC വെരിഫിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല, ഇൻകം പ്രൂഫ് ഒന്നും വേണ്ട. ജസ്റ്റ് KYC ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് കാർഡ് കിട്ടും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു 99% നിങ്ങൾക്ക് സെപ്പറേറ്റ് ലിമിറ്റ് ആയിട്ടാണ് കിട്ടുക. ഇപ്പോൾ ചില റൂപേ വേരിയന്റ് കാർഡ് എടുക്കുമ്പോൾ അവർ ഷെയർ ലിമിറ്റ് കൊടുക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു 99% സെപ്പറേറ്റ് ലിമിറ്റ് ആണ് കിട്ടുക. അതായത് SBI മാത്രമാണ് ഇപ്പോൾ സെപ്പറേറ്റ് ലിമിറ്റ് ആയിട്ട് ഈ കാർഡുകൾ മൾട്ടിപ്പിൾ കാർഡ്സുകൾ കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ 3 SBI കാർഡ് ഉണ്ട്, 3 സെപ്പറേറ്റ് ലിമിറ്റ് ആണ്. അപ്പോൾ അതൊരു വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ് എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് കേട്ടോ. HDFC കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലാത്തിനും ഷെയർ ലിമിറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കാർഡ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടം ആക്ച്വലി SBIയുടെ ക്യാഷ് ബാക്ക് കാർഡാണ്. എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ ക്യാപ്പിംഗ് വരുന്നത് 5000 രൂപയാണ് പെർ മന്ത് വരുന്നത്. ഇതിൽ നമുക്ക് ക്യാപ്പിംഗ് ഇതിനായിട്ടും കുറവാണ്. കാർഡ് നമ്പർ ഇത് ഞാൻ പക്ഷെ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ സ്വിഗ്ഗി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ സ്വിഗ്ഗിയൊക്കെ കുറച്ചൊക്കെയാണ്, നിങ്ങൾക്കറിയായിരിക്കും ഫുള്ള് ഫുഡ് പോയ്സൺ സംഭവമൊക്കെയാണ്. എമർജൻസി പർപ്പസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോൾ റീസെൻ്റ് തന്നെ എനിക്ക് സ്വിഗ്ഗി സൊമാറ്റോയുടെ അവരുടെ എന്തൊരു ഗോൾഡ് മെമ്പർഷിപ്പോ സാധനം ഒരു ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ തൽക്കാലം സൊമാറ്റോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതിൽ പിന്നെ 5% ക്യാഷ് ബാക്ക് വരുന്നത് ആമസോണൊക്കെയാണ്. അപ്പോൾ അതെന്തായാലും ഈ സാധനത്തിലുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതെനിക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു ഗുണം ഉണ്ടായിരുന്നു. അതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇത് മാസ്റ്റർ കാർഡ് വേരിയൻ്റ് ആണ്. ഇതാകുമ്പോൾ നമുക്ക് വിസ വേരിയൻ്റ് ആണ് വരുന്നത് കേട്ടോ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, വലിയ ചേഞ്ചസ് സംഭവമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ SBI ക്യാഷ് ബാക്ക് കാർഡ് തന്നെ പറയുള്ളൂ. ഇതിൻ്റെ ഒരു മെയിൻ കോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ചാർജാണ്. 999 ചാർജ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് നിങ്ങൾക്ക് 5% സംഭവങ്ങൾ നമുക്ക് ഇതിലും കിട്ടുന്നുണ്ട്. ഇതിന് നമുക്ക് 500 വരുന്നുള്ളൂ. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് നമുക്ക് ഈ സാധനത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഷെയർ ലിമിറ്റ് ആണ് വരുന്നത് HDFC കാർഡിൽ. അതാണ് വേറൊരു മെയിൻ കോൺ. ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ലിമിറ്റാണ് വരുന്നത്. എൻ്റെ 3 SBIയുടെ കാർഡ് ഉണ്ട്, 3 സെപ്പറേറ്റ് ലിമിറ്റാണ് വരുന്നത്. എൻ്റെ ഇപ്പോൾ 4 HDFC കാർഡ് ഉണ്ട്, എല്ലാം കൂടി ഒരു ലിമിറ്റാണ് വരുന്നത്, ഷെയർ ലിമിറ്റാണ് വരുന്നത്. അതൊരു മെയിൻ വലിയ കോണല്ലേ. നമ്മളിതിന് ചാർജും കൊടുക്കണം, ഷെയർ ലിമിറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പ്രോബ്ലം ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി മെയിനായിട്ട് ഇതാണ് എൻ്റെ ഫേവറേറ്റ് കാർഡ് എന്ന് പറയാൻ കാരണം. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിനെയും ഈക്വൽ എന്താ പറയുക റിവാർഡ് റേറ്റ് സംഭവങ്ങളൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെഫറൽ ലിങ്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതുകൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.